I am very happy to be merging YSR Telangana Party into the Congress Party. It gives me immense joy that the YSR Telangana Party is going to be a part of the Indian National Congress from today onward. That YSR Telangana Party is not going to be separate anymore from the Congress Party gives me great delight. Dr. Y.S. Rajshekhar Reddy, the legendary leader of the Telugu people, not only served the Congress Party all his life, but also gave his life serving the Congress Party. Yes. Y.S. Sharmila. അവിഭക്ത ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസിന്റെ തലപ്പൊക്കമുണ്ടായിരുന്ന നേതാവ് YS രാജശേഖര റെഡ്ഡിയുടെ മകൾ, നിലവിലെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി, YSR തെലങ്കാന പാർട്ടിയുടെ സ്ഥാപകയും അധ്യക്ഷയും. അങ്ങനെ രാഷ്ട്രീയമായി മേൽവിലാസങ്ങൾ പലതാണ് യദുഗുരി സണ്ടിന്തി ഷർമിളി റെഡ്ഡി എന്ന YS ഷർമിളയ്ക്ക്. ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ ആരോഹണത്തിൽ ഷർമിളയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് സഹോദരൻ തന്നെ രാഷ്ട്രീയമായി അവഗണിക്കുന്നുവെന്ന ബോധ്യത്തിൽ അവർ സ്വന്തം നിലയ്ക്ക് ഒരു പാർട്ടി രൂപവൽക്കരിക്കുകയും രാഷ്ട്രീയ തട്ടകം തെലങ്കാനയിലേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച് ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങുക എന്ന വലിയ ചുവട് വെച്ചിരിക്കുകയാണ് ഷർമിള. മുഖ്യ എതിരാളിക്ക് സഹോദരൻ ജഗന്റെ മുഖമാണ്. 2 വട്ടം അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ രാജശേഖർ റെഡ്ഡി ഏറെ ജനപ്രിയനായിരുന്നു. 2009 രാജശേഖർ റെഡ്ഡി അപ്രതീക്ഷിതമായി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു. ഇതിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി ജഗൻമോഹൻ നടത്തിയ ഒടർപ്പ് യാത്ര അദ്ദേഹവും കോൺഗ്രസും ഹൈക്കമാൻഡും തമ്മിലുള്ള അസ്വാരസ്യങ്ങളിലേക്ക് വഴിവെക്കുന്നതിന് ആന്ധ്ര രാഷ്ട്രീയം കണ്ടു. കലഹമൂർജിച്ചതോടെ ജഗനും സംഘവും കോൺഗ്രസ് വിടുകയും 2011 YSRCPക്ക് രൂപം നൽകി. അന്ന് കടപ്പ മണ്ഡലത്തിൽ നിന്നുള്ള MP ആയിരുന്നു ജഗൻ. MP സ്ഥാനമടക്കം രാജിവെച്ചുകൊണ്ടായിരുന്നു സ്വന്തം നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി രൂപവൽക്കരണം. അമ്മയും പുന്തിവെന്തുല മണ്ഡലത്തിൽ നിന്നുള്ള MLAയുമായിരുന്ന YS വിജയമ്മയും മറ്റു പല കോൺഗ്രസ് നേതാക്കളും ഇതോടെ രാജിവെച്ചു. ഇതോടെ പലയിടത്തും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് തകരുകയും ജഗന്റെ നേതൃത്വത്തിൽ YSRCP ആന്ധ്രയിൽ വലിയ കരുത്താർജിക്കുന്നതിനും കണ്ടു. ആന്ധ്രാപ്രദേശ് അതിനും സാക്ഷിയായി. അതായത് തെലുങ്ക് മാസ് മസാല സിനിമയുടെ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയം. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് ജഗൻമോഹൻ റെഡ്ഡി ജയിലിലായപ്പോൾ വിജയമ്മയും ഷർമിളയും ചേർന്നായിരുന്നു സംസ്ഥാനത്താകമാനം പദയാത്രകൾ സംഘടിപ്പിച്ചത്. അക്കാലത്ത് വീറോടെ പദയാത്രകൾ നയിക്കുന്ന ഷർമിള എന്ന രാഷ്ട്രീയക്കാരിയെ അന്ന് തെലുങ്ക് മണ്ണ് കണ്ടു. ഒരു ഘട്ടത്തിൽ ജഗന്റെ അമ്പ എന്നായിരുന്നു അവർ സ്വയം വിശേഷിപ്പിച്ചതുപോലും. ആന്ധ്രയുടെയും തെലങ്കാനയുടെയും മർമ്മമറിയുന്ന രാഷ്ട്രീയക്കാരിയാണ് ഷർമിള എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. ഷർമിള കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷ കോൺഗ്രസിനുമുണ്ട്. അതായത് കർണാടകയിലും തെലങ്കാനയിലും അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേടിയ മികച്ച വിജയം കോൺഗ്രസിന് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ആന്ധ്ര എന്നാൽ സംസ്ഥാന വിഭജനത്തിനും YSRCPയുടെ രൂപവൽക്കരണത്തിനും ശേഷം കഥയാകെ മാറി. അപ്പോൾ ഷർമിളയെയും അവരുടെ YSRT പാർട്ടിയെയും ഒപ്പം ചേർത്ത് ആന്ധ്രാപ്രദേശിൽ ഒരു പുനർജീവനം ലക്ഷ്യം വെക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ഷർമിളയുടെ വരവ് വലിയ പ്രതീക്ഷകൾ, തിരിച്ചു വരവിനുള്ള വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ കുറിച്ച് സംസാരിക്കുകയാണ് മാധ്യമപ്രവർത്തകൻ പ്രസൂനെസ് കണ്ടത്. നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രാപ്രദേശ് തികച്ചും വേരറ്റ ഒരു സംസ്ഥാനമായിരുന്നു. ഏതാണ്ട് 2% വോട്ട് മാത്രമുള്ള ഒരു സംസ്ഥാനം. അവിടെ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ്. ഈ YS ഷർമിളയുടെ ഷർമിളയെ നമുക്കറിയാം, ആന്ധ്ര മുഖ്യമന്ത്രി YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയാണ്. ആ സഹോദരിയെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ തങ്ങളുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. YS ഷർമിള നമുക്കറിയാം, തെലങ്കാന കേന്ദ്രീകരിച്ചായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. തെലങ്കാനയിൽ BRS നേതാവ് മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ പീഡനങ്ങൾക്കെതിരെ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ പോരാടിയ ഷർമിളയുടെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അത്തരം ഒരു പോരാട്ട വീര്യമുള്ള ഒരു ഷർമിളയെ ആന്ധ്രയിലേക്ക് ഒരു പുതിയ ദൌത്യവുമായി
ഒരു തിരിച്ചുവരവിന്റെ ദൗത്യമായി കോൺഗ്രസ് അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈഎസ് രാജശേഖർ റെഡ്ഡി അദ്ദേഹം കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു. അകാലത്തിൽ മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു തിരോധാനത്തിന് അദ്ദേഹം പോയ ശേഷമാണ് കോൺഗ്രസ് ആന്ധ്രയിൽ തകർന്നത്. ആ സാഹചര്യത്തിൽ ആ തകർന്ന വൈഎസ്ആർ റെഡ്ഡിയുടെ രക്തത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകളിലൂടെ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അതിന്റെ മറ്റൊരു കൗതുകം എന്ന് പറഞ്ഞാൽ ശർമ്മിളയെ കൊണ്ടുവരുമ്പോൾ മറുവശത്ത് ഇപ്പോൾ ആന്ധ്ര ഭരിക്കുന്ന വൈഎസ്ആർ കോൺഗ്രസിന്റെ നേതാവ് ജഗൻ മുഖ്യമന്ത്രിയാണ്. ജഗനെതിരെയാണ് വൈഎസ്ആർ ശർമ്മിളയിലൂടെ കോൺഗ്രസ് അവിടെ തിരിച്ചുവരവിന് ശ്രമിക്കുന്നത്. ജഗന്റെ അമ്മയും രാജശേഖര റെഡ്ഡിയുടെ ഭാര്യയുമായ വിധവയുമായ വിജയമ്മയും ശർമ്മിളയ്ക്കൊപ്പമുണ്ട്. അപ്പൊ അത്രയൊരു പോരാട്ടമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. പിന്നെ നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആന്ധ്രയിൽ എങ്ങനെയാണ് അവരൊരു പിടിവള്ളി അല്ലെങ്കിൽ ആ വേര് അറ്റതെന്നുള്ളത്. ആന്ധ്ര സംസ്ഥാനം വിഭജിച്ച് തെലങ്കാനയായ സാഹചര്യം, ആ തീരുമാനമാണ് കോൺഗ്രസിനെ തിരിച്ചടിയായത്. 2 സംസ്ഥാനം രൂപീകരിച്ചു. അതിനുശേഷം ആന്ധ്രയിലും പുതുതായി രൂപീകരിച്ച തെലങ്കാനയിലും കോൺഗ്രസിന് പിടിവള്ളിയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു അന്ന് 2ാം UPA സർക്കാരിന്റെ കാലത്ത് ഈ തീരുമാനമെടുത്ത കോൺഗ്രസിനെതിരെ രൂക്ഷമായ എതിർപ്പും പ്രതിഷേധവും ഒക്കെ ആയിരുന്നു അന്ന് പാർലമെന്റിലെ ഇന്നത്തെ വിജയശാന്തി അന്ന് മറ്റ് MP മാരോടൊപ്പം കോൺഗ്രസിനെതിരെ അന്ന് അവര് എതിർപ്പാളത്തിലായിരുന്നു. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കുരുമുളക് സ്പ്രേ പാർലമെന്റിലെ ലോക്സഭയിൽ പ്രയോഗിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ നിന്ന് അന്ന് അത്രയധികം പ്രതിഷേധമായിരുന്നു കോൺഗ്രസിനെതിരെ ഉണ്ടായത്. അതേ തുടർന്നാണ് കോൺഗ്രസിന് സംസ്ഥാനത്ത് ആന്ധ്രയിൽ പിടിവള്ളി നഷ്ടപ്പെട്ടത്, വേരറ്റത്. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് ശർമ്മിളയിലൂടെ ഇപ്പോൾ അവർ നടത്തുന്നത്. തെലങ്കാന കേന്ദ്രീകരിച്ചായിരുന്നു ശർമ്മിള പ്രവർത്തിച്ചിരുന്നത്. ജഗനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം അതായിരുന്നു. ഒരിക്കലും സഹോദരി തനിക്ക് എതിരാവില്ല എന്നുള്ളൊരു ആശ്വാസമായിരുന്നു. തെലങ്കാനയിലെ വൈഎസ്ആർ തെലങ്കാന കോൺഗ്രസ് എന്ന പാർട്ടിയുമായി അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. കോൺഗ്രസിനോട് ആഭിമുഖ്യം കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച സമയത്ത് തെലങ്കാനയിൽ കേന്ദ്രീകരിക്കാനായിരുന്നു ശർമ്മിള താൽപര്യം പ്രകടിപ്പിച്ചത്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം മിണ്ടിയില്ല, അവര് പ്രതികരിച്ചില്ല. കോൺഗ്രസിന് വേറെ ചില പദ്ധതികളുണ്ടായിരുന്നു. ആന്ധ്രയിലേക്ക് ജഗനെതിരെ ശർമ്മിളയെ കൊണ്ടുവരണമെന്നുള്ള ഒരു പ്ലാൻ അവരെ ആദ്യമേ മനസ്സിൽ കണ്ടിരുന്നു. അതുകൊണ്ട് ശർമ്മിളയുടെ ആ ഒരു ആവശ്യത്തോട് അവർ അന്ന് പ്രതികരിച്ചിരുന്നില്ല. പക്ഷേ കോൺഗ്രസിനോട് പിന്തുണ പ്രഖ്യാപിച്ച ശർമ്മിള അതനുസരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം തെലങ്കാനയിലെ കോൺഗ്രസ് വൻ വിജയം, നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവിടെ ഭരണത്തിൽ ആദ്യമായി ചന്ദ്രശേഖര റാവുവിന്റെ BRSനെ മറികടന്ന് ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കി അവർ ഭരണത്തിൽ കയറുന്നു. ആ സമയത്ത് ഈ ശർമ്മിളയുടെ ഒരു പിന്തുണ, ആ പാർട്ടിയുടെ പിന്തുണ അവർക്ക് അവിടെ തികച്ചും അവിടെ ഒരു സ്വാധീനമുള്ള സംസ്ഥാനം തന്നെയാണ് തെലങ്കാന. അവർ കുറെ നാളായി തെലങ്കാന കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ്. പ്രത്യേകിച്ചും ചന്ദ്രശേഖര റാവുവിന്റെ പാർട്ടിക്കെതിരെ ഈ ശർമ്മിളയുടെ പിന്തുണയും കോൺഗ്രസിന് അവിടെ സഹായകമായിട്ടുണ്ട്. പക്ഷേ രേവന്ത് റെഡ്ഡി എന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കിയ കോൺഗ്രസ് ശർമ്മിളയെ പതിയെ അവിടെ നിന്ന് മാറ്റി ശർമ്മിളയ്ക്ക് ആന്ധ്രയിലൊരു പോർമുഖം തുറന്നു കൊടുക്കുകയാണ്, ഒരു വേദി ഒരുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഇവരുടെ പിതാവ് വൈഎസ്ആർ രാജശേഖർ റെഡ്ഡിയുടെ കാര്യം, അദ്ദേഹം സത്യം പറഞ്ഞ കോൺഗ്രസിനെ ലോക്സഭയിലുള്ള സമയത്ത് ആന്ധ്രയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിച്ചത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു. തികച്ചും ജനകീയനായ ഒരു നേതാവായിരുന്നു രാജശേഖർ റെഡ്ഡി. അദ്ദേഹം നമുക്കറിയാം ഒരു ഭിഷഗ്വരനായ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ തുടക്കമിട്ടത്. അദ്ദേഹം വളരെ ജനകീയനായിരുന്നു. ആ ഒരു ജനകീയത രാഷ്ട്രീയ നേതാവെന്ന നിലയിലും അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞു. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം. പക്ഷേ അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അകാലത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയത്തിന്റെ എല്ലാ മർമ്മവും അറിയുന്ന ആളാണ് വൈഎസ് ശർമ്മിള എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് പല ഘട്ടങ്ങളിൽ പല നിലയിൽ അവർ തെളിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലേക്ക് വൈഎസ് ശർമ്മിള വരുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ വാനോളമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഭജനത്തിന് ശേഷവും YSRCPയുടെ രൂപവൽക്കരണത്തിന് ശേഷവും
ആകെ കോൺഗ്രസിന്റെ കഥ ആന്ധ്രയിൽ ആകെ മാറിപ്പോയിരുന്നു. അപ്പോൾ ഒരു തിരിച്ചുവരവിന് കോൺഗ്രസ് വലിയ സ്വപ്നം കാണുന്നുണ്ട്. തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൊടിനാട്ടിയ വെന്നിക്കൊടി പാറിച്ച കോൺഗ്രസിന് ആന്ധ്ര പിടിക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ള ഒരു ടൂളായി ശർമിള മാറുമോ എന്നുള്ളതാണ് ചോദ്യം. ശർമിളയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഒരു തെലുങ്ക് സിനിമകൾ പോലെ അല്ലെങ്കിൽ ഒരു മസാല സിനിമകൾ പോലെ അത്രയും ട്വിസ്റ്റുകളുള്ള ഒരു രാഷ്ട്രീയം കൂടിയാണ് ഇപ്പോൾ ആന്ധ്രയുടേത്. വലിയ പ്രതീക്ഷകളുമായിട്ടാണ് ഇവർ വരുമ്പോൾ. YSRT പാർട്ടിയെ ഒപ്പം ചേർത്ത് ആന്ധ്രാപ്രദേശിൽ വലിയ ഒരു പുനർജീവനം ലക്ഷ്യം വെക്കുന്നുണ്ട് കോൺഗ്രസ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അവർക്ക് കോൺഗ്രസ് അംഗത്വം നൽകിയതും ശർമിള അത് സ്വീകരിച്ചതും. ഒപ്പം തന്നെ കോൺഗ്രസിൽ തന്നെ വലിയ പദവികൾ അവർക്ക് നൽകുമെന്നുള്ള ചർച്ചകളും പല ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ അധ്യക്ഷ സ്ഥാനമോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനമോ അങ്ങനെ പല വിധത്തിലുള്ള സ്ഥാനമാനങ്ങളും ശർമിളയ്ക്ക് നൽകിയേക്കും. അങ്ങനെ വളരെ നിർണായകമാവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. പ്രത്യേകിച്ച് ഒരു പൊതുതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ശർമിളയുടെ വരവ് കോൺഗ്രസിന് ആന്ധ്രയിൽ നൽകുന്ന ഊർജ്ജം, തെലങ്കാനയുടെ മർമ്മമറിയുന്ന ഒരു നേതാവ് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായി ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്.